ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഗൗതമിൻ്റെ ഉള്ളിൽ സംശയമായി തുടങ്ങുകയാണ് കേട്ടോ. ഗൗതം ഒരു വിധം നോക്കുന്നുണ്ട് തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ കേട്ടോ. തൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള ആ ഒരു വഴിയാണ് ഇനി ഗൗതം നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെ പെട്ടെന്ന് ഗൗതമിനൊരു ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ആ ആക്സിഡൻറ്റിൽ ഗൗതമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നീട് അവിടെ നിന്നും ഇങ്ങനെ നിധിയുടെ ഫോണിലോട്ട് കോള് വരികയാണ്. ഗൗതമിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആ സമയം വല്ലാതെ അങ്ങ് ടെൻഷനാവാണ്. ഗൗതമിന് എന്ത് പറ്റിയെന്നറിയാത്ത ആ ഒരു ടെൻഷൻ കൊണ്ട് നിധിയും അതുപോലെ നിർമ്മലയും ഓടി വരികയാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ പറയാണ്, അതെ ഗൗതമിന് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് മാത്രമല്ല ഗൗതമിൻ്റെ കരളിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഇവരാകെ ഭയന്ന് പോവാണ്. അപ്പോഴേക്കും പാറു വിവരങ്ങൾ അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ വിവരങ്ങൾ അറിയാണ് പാറു. എന്താണ് എൻ്റെ മോന് പറ്റിയതെന്നൊക്കെ പാറു ഇങ്ങനെ നിർത്താതെ കരഞ്ഞും കൊണ്ട് ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം പറയാണ്, അതെ അത് ഗൗതമിന് പറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ സിസ്റ്റർ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും സിസ്റ്ററുടെ മുന്നിലോട്ട് പാറു ഓടിച്ചെല്ലണം. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത്, എൻ്റെ മോൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ മകന് ചെറിയൊരു ആക്സിഡൻ്റ് ആയി കൊണ്ടുവന്നതാണ്. പക്ഷേ ആക്സിഡൻറ്റിൽ നിങ്ങളുടെ മകന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിലും വലിയൊരു കുഴപ്പം ഇത്രയും നാളും നിങ്ങളുടെ മകൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന സത്യം പാറുവിനെ അറിയിക്കുമ്പോൾ പാറു അങ്ങ് തളരുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പറയാണ്, ഗൗതമിൻ്റെ ലിവർ അത് കംപ്ലൈൻ്റ് ആണ്, അത് പെട്ടെന്ന് മാറ്റി വെക്കണമെന്നുള്ള ആ ഒരു പറച്ചിലായിരിക്കുന്നു. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പാറുവിന് സഹിക്കില്ല. പാറു ആകെ ഭയന്ന് പോകണം. എൻ്റെ കുഞ്ഞിനെ എന്താ പറഞ്ഞത്, അതെ അത് പെട്ടെന്ന് അത് മാറ്റി വെക്കണം, അതിന് പറ്റിയ ആളെ കണ്ടെത്തൂ എന്ന് പറയണേ, അത് കൊടുക്കാൻ എൻ്റെ കരൾ പറ്റുമെന്ന് അപ്പോഴേക്കും ഇവിടെ പാറു ചോദിക്കുകയാണ് കേട്ടോ. അത് ചോദിക്കുന്നതിനോടുകൂടി തീർച്ചയായും നിങ്ങളുടെ പറ്റും, ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരിക്കണം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ സമയം പാറു നോക്കുമ്പോൾ പാറുവിനെ അറിയാമല്ലോ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലെന്ന്. അപ്പോൾ പാറു പറയണേ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഗൗതമിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും വ്യത്യാസമുണ്ടെന്ന് പറയണേ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇവിടെ പാറു ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പോഴേക്കും നിർമ്മല പറയണേ, എൻ്റേത് എടുത്തോ എന്ന് പറയണേ. അപ്പോൾ നിധി പറയണേ, എന്ത് മണ്ടത്തരമാണ് നിർമ്മല ആൻറ്റി പറയുന്നത്, കാരണം നിർമ്മലാമ്മയുടെ ഇത് എടുക്കാൻ പറ്റത്തില്ല, നിർമ്മലാമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറയണേ. ഇതേ സമയം ഡോക്ടർ എത്തുകയാണ്. ഡോക്ടർ പറയണേ, നിങ്ങൾ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കാനൊന്നും ഇവിടെ സമയമില്ല, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ നോക്കൂ, അതിന് പറ്റിയ ഒരാളെ കണ്ടെത്താൻ നോക്ക്, അതിന് പറ്റിയ ആരാണ് ആളെന്ന് നിങ്ങൾ പെട്ടെന്ന് നോക്കണമെന്ന് പറയാം കേട്ടോ. ഈ സമയം നിധിയാണെങ്കിലോ ആകെ അമ്പരന്ന് പോവാണ്. ഈശ്വര, ഞാൻ ഇനി എന്താ ചെയ്യുക, ഗൗതമിനെ രക്ഷിക്കാൻ എന്താണ് അതിന് വഴി എന്നൊക്കെ നിധി ചിന്തിക്കുന്നുണ്ട്. ഇതേസമയം ഇപ്പുറത്ത് പാറു ആണെങ്കിൽ, ഈശ്വര എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരാണ് ആ ബ്ലഡിന് മാച്ചായ ഒരാളെ എങ്ങനെ ഞാൻ കണ്ടെത്തും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നിർമ്മല പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ നിർമ്മല എവിടോട്ട് പോകണു, എന്ത് പോകുന്നു എന്നൊന്നും ഇവർക്ക് അറിയില്ല. അങ്ങനെ നിർമ്മല പോയിരിക്കുന്നു. ഈ സമയമാണെങ്കിലോ നിർമ്മല നേരെ പോകുന്നത് CKCയെ കാണാനായിരിക്കും. ഈ സമയം CKCയും നിർമ്മലയെ ഏകദേശം നല്ലൊരു സ്വഭാവമായിട്ടുണ്ടാവും. CKC നിർമ്മലയെ എന്ന് വെച്ചാൽ ജീവനാണ് എന്ന ലെവലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് CKC അങ്ങോട്ട് നിർമ്മലയുടെ അടുത്തോട്ട് എത്തുകയാണ്. അപ്പോൾ നിർമ്മല എന്താ വിളിച്ചത് എന്ന് നിർമ്മലയോട് CKC ചോദിക്കുകയാണ്. ആ സമയം പറയണേ, അതെ നമ്മുടെ മകനില്ലേ, നമ്മുടെ മകനോ, നീ എന്താ ഈ പറയുന്നത്, അതെ നമ്മുടെ മകനില്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു തിരിമറി നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാവേ. അപ്പോൾ തന്നെ നമുക്ക് മകനില്ലല്ലോ, നമുക്ക് മകളല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് CKC. ആ സമയം നിർമ്മല പൊട്ടിക്കരയാണ്. നിങ്ങളവിടെ നിൽക്ക്, നമ്മുടെ മകനെ രക്ഷിക്കാൻ നിങ്ങളെക്കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ട് നിർമ്മല പറയാണ്, നിങ്ങളിപ്പോൾ നമ്മുടെ മകനെ രക്ഷിക്കാൻ നോക്കൂ. നമ്മുടെ മകനോ, നീ എന്തൊക്കെയാ, അതെ നമ്മുടെ മകനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ മകന് കരളിന് അസുഖമായിരിക്കുന്നു, അവൻ്റെ കരൾ പെട്ടെന്ന് മാറ്റി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ പറ്റിയ ഒരാളില്ല, ആ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, അതിന് ഏക ഒരാൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളല്ലേ അവൻ്റെ അച്ഛൻ, അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് അവന് കരൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. ആ സമയം CKC ആദ്യമൊന്ന് ഭയക്കും, ഈശ്വര എൻ്റെ കരളോ എന്നുള്ള ലെവലിൽ. ഇതേ സമയം എന്താ നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം എന്നോട് എൻ്റെ മോനോടില്ലേ, അപ്പം നിങ്ങളുടെ സ്നേഹമൊക്കെ കാപ്പട്യമായിരുന്നു, സത്യം പറയും നിങ്ങളെന്ന് പറഞ്ഞിട്ട് നിർമ്മല ദേഷ്യപ്പെടും. അയ്യോ എനിക്ക് യാതൊരു കാപ്പട്യവുമില്ല, ഞാൻ നിൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് സത്യത്തിൽ തന്നെയാണ്, എൻ്റെ മകനെയും നിന്നെയും ഈ അവസാന നാളിലൊപ്പം ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, തൽക്കാലം എന്തായാലും നീ പിന്നെ എനിക്ക് നീ എന്തായാലും
എൻ്റെ മകനെ കാണിച്ചു തന്നാൽ മതി, വരൂ, നിങ്ങൾക്ക് എൻ്റെ മകനെ കാണിച്ചു തരാൻ നിങ്ങൾ വരൂ, നിങ്ങളെന്തായാലും എൻ്റെ മകനെ രക്ഷിക്കില്ല, പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് CKC പോവുകയാണ് കേട്ടോ. ഈ സമയം CKCയുടെ ഉള്ളിൽ ഭയങ്കര ഭയമാണ്. കാരണം അഥവാ ഈശ്വരാ, ഇനിയിപ്പോൾ എൻ്റെ മകനെന്ന് പറയുന്നവന് എൻ്റെ ലിവർ കൊടുക്കേണ്ടി വരുമോ, എൻ്റെ കരൾ കൊടുക്കേണ്ടി വരുമോ, എന്നെ സംബന്ധിച്ച് അത് പേടിയാണ്. അതൊക്കെ വലിയ ഓപ്പറേഷനല്ലേ, അതെനിക്ക് പേടിയാണ്, അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വേണ്ടില്ല, എൻ്റെ മകനെ എനിക്ക് കാണാമല്ലോ, ഒരു നോക്ക് കാണാൻ വേണ്ടി തിടുക്കം കൂട്ടി CKC അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. ഇതേ സമയം ഗൗതമാണെങ്കിലോ ഡോക്ടറുമായി ഒത്ത് കളിച്ചൊരു കളിയായിരിക്കും കേട്ടോ. കാരണം നിധിയും നിർമ്മലയും ഈ പറയുന്ന CKCയുമായി പല പ്രാവശ്യം സംസാരിക്കുന്നു. എന്നാൽ തൻ്റെ അച്ഛൻ ആരെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ല. എത്ര വട്ടം ചോദിച്ചാലും നീ അയാളെ കാണണ്ട, നീ അയാളെ കണ്ടല്ലേ അയാളെ കൊല്ലത്തുള്ളൂ, അതുകൊണ്ട് നീ കാണണ്ട എന്നുള്ളതായിരിക്കും നിധിയുടെയും അതുപോലെ തന്നെ നിർമ്മലയുടെയും ഉദ്ദേശം കേട്ടോ. അപ്പോൾ പലവട്ടങ്ങളായി നിധിയോടും നിർമ്മലയോടും ഒക്കെ ഗൗതം ചോദിക്കുന്നുണ്ട്, എനിക്കിനി അപമാനം താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ്, എൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് നിങ്ങൾ എന്നോട് തുറന്നു പറയുമോ, അത് എത്ര നീചനായാലും ശരി, എനിക്ക് അയാളെ കാണണം, ഇനി എനിക്കങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് ഗൗതം പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു കൊടുക്കാത്തതിന് ഗൗതം എടുത്ത ഒരു അടവായിരിക്കും കേട്ടോ. അങ്ങനെ ഗൗതമിനോട് ഗൗതമും ഡോക്ടറും കൂടി ഒത്തു കളിച്ചിട്ട് ഒരു കളിയായിരിക്കും. കാരണം ഗൗതമിൻ്റെ കയ്യിൽ തൻ്റെ കൂട്ടുകാരൻ ആ SP ഉണ്ടല്ലോ, ആ SP മുഖേനയാണ് ഈ പണികളെല്ലാം ചെയ്യാനുള്ള ഒരു അവസരം ഡോക്ടർ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഇവിടെ CKC എത്തുകയാണ്. CKC എത്തുമ്പോൾ ഗൗതം ICUവിനുള്ളിൽ നിന്ന് അവിടെ ഇങ്ങനെ നോക്കണം. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം ആ കട്ടിലിൽ നിന്ന് ചാടി എണീക്കുകയാണ്. തൻ്റെ അച്ഛൻ ആരാണെന്ന് കാണാൻ വേണ്ടി ഗൗതം ചാടി എണീക്കുമ്പോൾ ഉടൻ തന്നെ അതിനൊരു കമ്പൗണ്ടർ പോകുന്നുണ്ടാവും. അയാളാണെങ്കിലോ ഈ ഗൗതം നോക്കുന്ന ആ വിൻഡോയുടെ ഉള്ളിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ അയാളെ നിൽക്കുന്നത് കൊണ്ട് CKC ആണെന്ന് അറിയാൻ കഴിയില്ല കേട്ടോ. ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു, അയാളെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി നിർമ്മലയാണ്. അപ്പം നിധി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നിധി ആണെങ്കിലോ ഉടൻ തന്നെ ഇങ്ങനെ CKCയോട് പറയാണ്, നിങ്ങൾ പെട്ടെന്ന് എൻ്റെ ഗൗതമിന് കൊടുക്കണം, നിങ്ങളാണല്ലോ അച്ഛൻ അത്രയും ഗൗതം എന്ന പേര് വ്യക്തമാക്കില്ല, നിങ്ങളുടെ മകന് കൊടുക്കണം, നിങ്ങളാണല്ലോ അച്ഛൻ, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് കൊടുക്കുക, ഇനി ജീവൻ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ CKC പറയണേ, ആദ്യം ഞാൻ എൻ്റെ മകനെ കാണട്ടെ എന്നിട്ട് മതിയെന്ന് പറയണം. അപ്പോഴേക്കും ഡോക്ടർ കടന്നു വരികയാണ്. അപ്പോൾ ഡോക്ടറും കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാവരും ആ ഡോറിന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ ഗൗതമിനാണെങ്കിലും ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആളെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗൗതം പുറത്തോട്ട് കടന്നു വരാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ഉടൻ തന്നെ പറയുകയാണ്, സിസ്റ്റർ വേണ്ട, ഇത് കടന്നു പോകണ്ട, ഈ സമയം കടന്നു പോയ പ്രശ്നമാവും, അതുകൊണ്ട് കടന്നു പോവാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടന്ന് പോവില്ല, ആ ഒരു വിൻഡോയുടെ ഉള്ളിലൂടെ തന്നെ നോക്കണം. ഇതേ സമയം CKC പറയണ എൻ്റെ മകനെ കാണട്ടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇല്ല, ഇപ്പം അത് കാണേണ്ട, ഇപ്പം നിങ്ങളുടെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ആദ്യം നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകാമെന്ന് പറയാണ്. അപ്പോൾ ഡോക്ടറുടെ വിചാരം എന്താണ്, ഈ പറയുന്ന ഗൗതം വിൻഡോയുടെ ഉള്ളിലൂടെ നോക്കിയിട്ട് തൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാവും എന്നാണ് കരുതിയിട്ട് ഡോക്ടർ ഗൗതമിൻ്റെ അരികിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ്, നീ കണ്ടില്ലേ നിൻ്റെ അച്ഛനെ, യഥാർത്ഥ ആളെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ വാതിൽ പടിക്ക് മുന്നിൽ വന്ന് നിന്നാൽ ഞാനെങ്ങനെ എൻ്റെ അച്ഛനെ കാണാൻ, അയാളെ മറഞ്ഞു നിൽക്കല്ലേ നിങ്ങളെല്ലാവരും ചെയ്തത്, അപ്പോൾ അയാളെ എനിക്ക് കാണാൻ പറ്റിയില്ല, അയാൾ ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് കാണാനും പറ്റിയില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയണേ, അയാളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് കടന്നു വരും, അപ്പം നിനക്കും അയാൾക്കും നേരിട്ട് കാണാം, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയണേ. അങ്ങനെ ഈ സമയം CKC പറഞ്ഞതുപോലെ ബ്ലഡൊക്കെ മാച്ചാണ്, യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. CKCയുടെ ബ്ലഡ് കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ CKCയുടെ തന്നെ കരൾ മാറ്റി വെക്കുക എന്നുള്ള തീരുമാനത്തിൽ കടന്നു വരുമ്പോൾ CKC പറയുകയാണ്, ഇനി എന്തായാലും എനിക്ക് എൻ്റെ മകനെ ഒന്ന് കണ്ടൂടെ. അപ്പോൾ ഉടൻ തന്നെ അതിനെന്താ നിങ്ങൾ രണ്ടാളും അപ്പുറപ്പുറമായിട്ടാണല്ലോ ഇതൊക്കെ നടത്തുന്നത്, ഓപ്പറേഷൻ നടത്തുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് അവിടെ കിടക്കുന്നുണ്ട് ഗൗതം, അപ്പോൾ അത് കാണാമെന്ന് പറയുന്നത്. ഈ സമയം പാറുവാണെങ്കിൽ പൊട്ടിക്കരയാണ്, തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ പാകമില്ലാതെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാറുവിന് പണമില്ലാത്തത് കൊണ്ട് തന്നെ പാറു പണത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന ആ ഒരു രംഗമുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം CKC കടന്നു വരുന്ന സമയത്താണ് ജ്യോതിർമയി അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കള്ളങ്ങളെല്ലാം അവിടെ പൊളിയാണ്. CKC ഓടി രക്ഷപ്പെടുകയാണ്. ജ്യോതിർമയെ കാണുമ്പോൾ ഗൗതമനെ രക്ഷിക്കാനുള്ള ആ ഒരു ഇത് മറന്നുപോയി CKC അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് തോനെയുണ്ട് കേട്ടോ കഥ. പിന്നീട് CKC ആണ് അവിടെ വന്നതെന്ന് അറിയാൻ വേണ്ടി ഗൗതം ഈ ഒരു CCTV ദൃശ്യങ്ങൾ വെച്ച് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആ സമയം CCTV ദൃശ്യങ്ങളും അതിൽ നിന്നും മാഞ്ഞിരിക്കുന്നു. ഒരു അരമണിക്കൂർ നേരത്തേക്ക് CCTV ദൃശ്യങ്ങളും ഇല്ലാതായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൗതമിനെ കലി കൊണ്ട് ഗൗതം പുറത്തോട്ട് വരണം. ഇതേ സമയം നിധി പുറത്ത് നിൽക്കുന്നുണ്ടാവും. എന്താ ഗൗതമിന് അസുഖമില്ലേ എന്ന് ചോദിക്കണം. ആ സമയം ഗൗതമിനെ അങ്ങ് കലി കൊണ്ട് നിർമ്മലയുടെ നേർക്കം അങ്ങ് ദോഷത്തോടു കൂടി ഒച്ചയെടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട്.
അങ്ങനെ നിർമ്മല പറയാണ്, നീ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു വലിയ നാടകം കളിക്കണ്ടായിരുന്നു എന്നൊക്കെ നിർമ്മല പറയുകയാണ്. ആ സമയം നിധി പറയണേ, എനിക്കിത് ആദ്യം തന്നെ ഇത് നാടകമായിരുന്നു അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിലെ CCTV ആരും അറിയാതെ ഞാൻ പോയി ഓഫ് ചെയ്തത് ഒരു അരമണിക്കൂർ നേരത്തേക്ക്. എന്തിനാണെന്നറിയോ ഞാനത് ഓഫ് ചെയ്തത്? ഈ പറയുന്ന ഗൗതമിന് കരളിന് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഗൗതമിന് ഇന്നേ വരെ ഒരു അസുഖമോ ഒരു പനിയോ എന്തെങ്കിലും ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് അങ്ങ് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ മാത്രം ഒരു കരളിനൊരു പ്രശ്നം, അതിൽ തന്നെ എനിക്ക് സംശയം തോന്നി എന്നൊക്കെ പറയണം. അങ്ങനെ ഗൗതം തൻ്റെ അച്ഛനെ അങ്ങനെ ഒരു അടവിലൂടെയും തൻ്റെ അച്ഛനെ കാണാൻ തനിക്ക് പറ്റില്ലെന്ന് കാണുമ്പോൾ പിന്നെ ഇവരെ നിരീക്ഷിക്കാൻ എന്നുള്ള തീരുമാനമാവുകയാണ്. അങ്ങനെ ഈ സമയമാണെങ്കിലോ CKC ആണെങ്കിലോ തൻ്റെ മകളാണ് തനിക്ക് ജനിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്ത് തനിക്കൊരു മകനാണെന്ന് അറിയുമ്പോൾ CKCക്ക് ആ മകനെ കാണാനുള്ള തിടുക്കമായി. CKCയുടെ ഉള്ളിലും വേറെ ലക്ഷ്യമാണ്. അങ്ങനെ CKC നിർമ്മലയെ എന്നും ഇങ്ങനെ കാണാനെത്തും കേട്ടോ. പിന്നീട് ഗൗതം നിർമ്മലയെ ഫോളോ ചെയ്ത് വരികയാണ്. അങ്ങനെ ഗൗതം ഒരു ദിവസം നിർമ്മല പോകുന്ന സമയത്ത് നിർമ്മല അറിയാതെ നിർമ്മലയുടെ പിറകെ പോവുകയാണ്. അങ്ങനെ നിർമ്മലയുടെ പിറകെ പോകുമ്പോൾ ഇതൊന്നും നിർമ്മലയ്ക്ക് അറിയില്ല. അങ്ങനെ CKC എൻ്റെ മകനെ ഒന്ന് കാണിച്ചു കൊണ്ടാ, എനിക്ക് കാണിച്ചു കൊണ്ടാ, അത്ര ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മകനെ ഒന്ന് കാണിച്ചു കൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഗൗതം ഇത് ഒരു മരത്തിന് സൈഡിൽ നിന്ന് ഇത് കേൾക്കുകയാണ്, മകനെ കാണിച്ചു കൊണ്ടാന്ന്. അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ്, നിങ്ങൾ എന്തിനാ എൻ്റെ മകനെ കാണിച്ചു കൊണ്ടാന്ന് പറയുന്നത്? എൻ്റെ മകൻ നിങ്ങളുടെ നിങ്ങളാണ് അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവൻ വെട്ടിക്കൊല്ലും, അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്കെൻ്റെ മകനെ പോലും എതിർത്ത് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ മകനെ കാണിച്ചു തരില്ല എന്ന് പറയട്ടോ. ഇതങ്ങ് കേൾക്കുന്ന ഗൗതം, എൻ്റെ അച്ഛൻ ഇയാളായിരുന്നു, ഈശ്വര നീചനായിരുന്നു, ഇതിലും നല്ലത് ഭിക്ഷക്കാരനാവുകയായിരുന്നെങ്കിലും എനിക്കതിലൊരു സുഖമുണ്ടായിരുന്നു, ഈ നീചനായിരുന്നു, എടാ വഞ്ചക നീയാണോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് CKCയുടെ നേർക്കങ്ങ് ഗൗതം ചെല്ലുകയാണ് കേട്ടോ. എടാ വഞ്ചക നീയാണോ ഇത്രയും നാൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നിരുന്നത്? നിന്നെ കാണാനായിരുന്നു, നിന്നെപ്പോലെ ഒരു നീചനാണോ എന്ന് പറഞ്ഞിട്ട് CKCയെ ഇട്ട് പൊതിരെ തല്ലാണ്. ആ ഒരു രംഗമാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് എപ്പിസോഡ്, ഒരു 5-6 എപ്പിസോഡുകൾ കഴിഞ്ഞാൽ ഇതെന്തായാലും ഉണ്ടാവും.